ഖജാഞ്ചിയല്ലേ? ഇതുകൊണ്ടല്ലേ കവറിട്ട് എടുക്കണേ കൈ കിട്ട് വേണം. അപ്പൊ അത് ബാലൻസില്ല. വെള്ളം കൂടിയിട്ട് മൊരിയണം. ഇതില്ല മൊരിയല് പറ്റ്. ഉപ്പൊക്കെ ഇടും. ഇവിടെ 1000 റുപ്യ കൊടുത്തിട്ട് ഇവിടെ ആരെങ്കിലും അല്ല. ഇപ്രാവശ്യം 1000 റുപ്യ എടുത്താൽ ആരും സ്പോൺസർ ചെയ്യേണ്ടിയൊന്നുമില്ല. ഇവിടെ കുറെ ആളായത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. പുണ്യപമ്പിന്റെ അമ്പലത്തിലായിരുന്നു. കൂടിപ്പോയി ഉണ്ണിയപ്പം തന്നോ? പേര് പോവും. ഉണ്ണിയപ്പം പ്രാവശ്യം കുറവായിരുന്നു അല്ലേ? അല്ല തികയൂല. ആൾക്കാർ കടലക്ക് അവിടുത്തെ വെക്കുന്ന കടലക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ? അതല്ലാന്നുകൊണ്ട് കുറച്ച് കിട്ടുന്നോണ്ട് മസാല കണ്ടാനൂടെ അല്ല മസാലേ ഈ കടക്കാർക്കൊക്കെ 10 റുപ്യ കച്ചവടം ഉണ്ടാവുകയും ചെയ്യും. ഈ റോഡ് സൈഡിലെ തിരക്ക് കുറയും. പൊട്ടച്ചാടൽ പറയേ ആരോട് പറയും? അതാ ഇവിടെ ഉണ്ടാക്കിയ കുറച്ചുണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. മറ്റേ വീടുകളിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഇങ്ങനെ കുറച്ചുണ്ടാക്കി കൊണ്ടുപോകുന്നുള്ളൊരു ഇത് വരുമല്ലോ. ഇവിടെ അമ്പലത്തിൽ ഉണ്ടാക്കുമ്പോ അത് വേണ്ട. 1 കിലോ കടല മേടിച്ചുണ്ടാക്കിണ്ടാവും. 1 കിലോണ് പറയുന്നത് ഒക്കെ 1000 റുപ്യക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറേശ്ശെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു കിലോ അരിയും അരിപ്പൊടി
രണ്ട് അത് മധുരമുള്ള അടയൊന്നും ഇല്ലാന്നോ കിട്ടിയില്ലേ മധുരമുള്ള കൂട്ടായില്ല അല്ലെങ്കിൽ ആ വട്ടക ഒരു മുക്ക വട്ടക ഉണ്ടാവും മധുരമുള്ള നിർബന്ധമില്ല സൗമ്യൊക്കെ വരുന്ന വിചാരിച്ചു ഏയ് വന്നെല്ലാം കഴിഞ്ഞല്ലോ പോ ചിലപ്പോൾ തൊഴുത്തൊക്കെ പോവാം സാമ്പാറും പപ്പടം മുട്ട ഇന്നും ഇവിടെ വീട് അടുത്തുള്ളത് മേടിക്കാൻ കുഞ്ഞുള്ളി ഇല്ല പാല് മേടിക്കണ്ട പൊട്ടിച്ച് എടുത്തരിഞ്ഞ് പിന്നെ അതും ഉണ്ടാവും കട്ടൻ ചായ ഞാൻ ഇടി കുടിക്കാൻ പൊട്ടിച്ചേരി രണ്ട് മുട്ടന്ന് ഓർമ്മ മേടിക്കാൻ പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് നോക്കി ട്യൂഷൻ കഴിഞ്ഞ് പോകണം ഇനിയിപ്പോ ഗേൾസിൽ ക്ലാസ് തുടങ്ങാൻ പോകുന്നത് 8 മണി വരെ രാത്രി അടുത്ത മാസം തൊട്ട് ഡിസംബർ തൊട്ടേ ഇങ്ങനത്തെ സൈഡ് ചെയ്യുന്ന തകമ്പടലാണ് രണ്ട് സൈഡ് മൂപ്പര ആ പൂവില്ലാന്നുണ്ട് ഇങ്ങനെ അത് മാപ്പിൽ പൂവ് കയറിയിട്ടില്ല എൻ്റെ ഭയങ്കര ഇതായിപ്പോയി നാലായിരം പേടിച്ചത് ശരി പോയി പറഞ്ഞില്ലേ ഇയാൾ പറഞ്ഞു പൗത്രത്തിൽ മേടിച്ചല്ലേ ആ അതന്നെ ഞാൻ പറഞ്ഞ പൂതി കഴുകറണ്ട് കഴിഞ്ഞപ്പോൾ എന്ത് ഭംഗിയായിരുന്നു അന്ന് അതിൻ്റെ ഭംഗി കണ്ടിട്ട് വന്നിട്ടില്ലേ